എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിന്നെ നമ്മൾ കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ വാസ്കുട്ടിയുടെ അലമാര ഒന്ന് റീഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ സംഭവിക്കുന്ന കാര്യം തന്നെയാണ്. വലിയ സംഭവമൊന്നുമല്ല, പക്ഷേ ഇങ്ങനെ കുഞ്ഞുടുപ്പുകളൊക്കെ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് തോന്നിയല്ലോ കേട്ടോ. ഉടുപ്പൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് കാണാം. എന്നാൽ ഒരുപാട് അങ്ങോട്ട് ഉടുപ്പ് എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടുമില്ല. അലമാര ഓർഗനൈസ് ചെയ്യണത് ഇങ്ങനെ കാണിക്കാം എന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ നോർമലി ഞാനൊരു അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആളാണ്. എൻ്റെ അലമാര ഞാനങ്ങനെ ഫ്രീക്വൻ്റ്ലി ഒതുക്കാറൊന്നുമില്ല, അങ്ങനെ കറപ്പറാൻ തന്നെയാണ് കിടക്കാറ്. പക്ഷേ വാസ്കുട്ടിയുടെ അലമാര ഓർഗനൈസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇങ്ങനെ എല്ലാ ഉടുപ്പുകളും പിന്നെയും എടുത്ത് നോക്കുക, അതൊക്കെ വൃത്തിയായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ള കാര്യമാണ്. അതെന്താണെന്നറിയില്ല, അത് വാസ്കുട്ടിയോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അത് മാത്രം ഞാൻ ഇടയ്ക്ക് ഒരു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മിനിമം ചെയ്യാറുണ്ട്. ഇത് വാസ്കുട്ടിയുടെ ചോറുണ്ട് ഉടുപ്പാട്ട, ഭയങ്കര ചെറുതായി, പക്ഷെ എന്നാലും എനിക്കത് ഉപേക്ഷിക്കാൻ വയ്യാത്തതുകൊണ്ട് വെക്കുന്ന. നമുക്ക് ഓരോരോ സെക്ഷനായിട്ട് തിരിച്ചിങ്ങനെ വെക്കാം. ഈ കാണുന്നത് എൻ്റെ അമ്മായി അവൾക്ക് കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ പോയപ്പോൾ വാങ്ങിച്ചു കൊടുത്തതാണ്. പക്ഷേ കുറച്ച് വലുതാണ് ഡ്രസ്സ്. അപ്പം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടേ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഡ്രസ്സുകൾ മാറ്റിയാണ് വെക്കാറ്. ഇത് പിന്നെ ഇന്ദുവിൻ്റെ അമ്മ പഴനിക്ക് നമ്മൾ മുട്ടടിക്കാൻ വേണ്ടി പോയപ്പോൾ തന്ന തുണി കൊണ്ട് തയ്ച്ചു കൊടുപ്പാണേ. പിന്നെ ഞാൻ വാസ്കുട്ടിയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് മിനി പട്ടെന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലുള്ളൊരു സ്റ്റോറിൽ നിന്ന് ഒരു ബ്ലൂ പട്ടുപാവാട വാങ്ങിച്ചിരുന്നു. അതിൻ്റെ ക്വാളിറ്റി വളരെ മോശമായതുകൊണ്ട് തന്നെ അതിൻ്റെ ഈ കെട്ടുന്ന ഭാഗത്തുള്ള ചെണ്ട് ഒറ്റ ഇടലിന് 10 മിനിറ്റായിട്ട് ഇട്ടിട്ടുള്ളൂ. കുറച്ച് ഫോട്ടോസ് എടുത്തു, അപ്പോഴേക്കും അത് പറഞ്ഞു പോന്നു. ആ ഫോട്ടോ ഞാനിവിടെ ആഡ് ചെയ്യാമേ. ആ ടോപ്പിൻ്റെ അത് പോട്ടെ, മോശമായിരുന്നു എന്നുള്ള പോട്ടെ, ഞാനത് റിപ്പോർട്ട് ചെയ്തപ്പോൾ അവരുടെ പെരുമാറ്റം വളരെ മോശമായിരുന്നു. എനിക്ക് റീഫണ്ട് ചെയ്ത് തരികയോ അല്ലെങ്കിൽ അതൊരു റീപ്ലേസ് ചെയ്ത് നല്ല ക്വാളിറ്റി ഉള്ളത് വേറൊരെണ്ണം ഒരു ചെണ്ട് വെച്ച് തരികയോ ചെയ്യാൻ അവർ തയ്യാറായില്ല. അപ്പോൾ മിനി പട്ട് എന്നാണ് കേട്ടോ പേജിൻ്റെ പേര്. അപ്പോൾ വെറുതെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ബിസിനസ് ചെയ്താൽ മതി എന്ന് വിചാരിക്കുന്നവർ ഇങ്ങനെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. എനിക്കറിയില്ല, എന്തായാലും എനിക്ക് അങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായി. അപ്പോൾ ഇപ്പോൾ ഞാൻ ലാസ്റ്റ് കാണിച്ചതൊക്കെ അവൾക്ക് പുതിയത് കിട്ടിയ ഓരോ ഡ്രസ്സുകളാണ് കേട്ടോ. ദേവുമേമയും അഞ്ചൽ ചേച്ചിയും മാളുമേമയും ഒക്കെ കൊടുത്ത ഓരോ ഡ്രസ്സുകളാണ്. ഇതിപ്പോൾ ഞാൻ അവളുടെ സൂപ്പർ ബോട്ടംസ്, കെട്ടുള്ള നാപ്പീസ് അതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചത് കാണിച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ റോയിൽ ഞാൻ അവളുടെ ഡ്രസ്സുകൾ അടുക്കി വെക്കാൻ വേണ്ടി പോവാണ്. ഇതിൽ പലതും ഇട്ടിട്ടില്ല കേട്ടോ, പുതിയതായി ഗ്രീന്, റെഡ്, പിന്നെ കോടി കളറിൻ്റെത് ഒക്കെ പുതിയതാണ്. ഇനി വേണം ഇടാൻ വേണ്ടിയിട്ട്. ഇത് നല്ല ഭംഗിയുള്ള ഒരു ഫ്രോക്കാട്ടോ, ഈ ഓഫ് വൈറ്റ് ഫ്രോക്ക്. ഇതൊക്കെ ബർത്ത്ഡേക്ക് കിട്ടിയതാണ്, ഇട്ടിട്ടില്ല. ഇപ്പോൾ ഈ ബാഗിൻ്റെ അകത്ത് ഞാൻ വാസ്കുട്ടിയുടെ യൂസ് ചെയ്യാത്ത ഒരുപാട് ഒരു 2 വയസ്സൊക്കെ കഴിയുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഡ്രസ്സുകൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് കബഡ് സെറ്റായി. ഇവിടെ എല്ലാം ഫുള്ള് ടോപ്സാണ്, പിന്നെ ഇവിടെ എല്ലാം ബോട്ടംസാണ്. പിന്നെ അടുത്ത സെക്ഷൻ വരുന്നത് ഫുള്ള് ഫ്രോക്കുകളാണ്, കോട്ടൺ ഫ്രോക്കുകൾ. ഇത് ഫുള്ള് അവളുടെ ടവൽസും പിന്നെ ഇതുമാണ്, ബ്ലാങ്കറ്റ്സുമാണ് വരുന്നത്, ഷീറ്റ്സൊക്കെയാണ് വരുന്നത്. ഇത് ഫുള്ള് കുറച്ചും കൂടിയും ഒരു പാർട്ടി വെയർ ആയിട്ടുള്ള ഉടുപ്പുകൾ. പിന്നെ അത് ഫുള്ള് റോംബസ്. ഇത് ഫുള്ള് ട്രഡീഷണൽ ഡ്രസ്സ്. അങ്ങനെ ഞാൻ സെക്ഷൻ തിരിച്ചിട്ട് മടക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഈ ബോട്ടവും ടോപ്പും വേറെ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് മിക്സ് മാച്ച് ചെയ്ത് ഇടിപ്പിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ആ റൈറ്റ് സെക്ഷനിൽ കാണുന്നതൊക്കെ വാസ്കുട്ടിയുടെ പല സാധനങ്ങൾ, പ്രിഷ്യസ് ആയിട്ടുള്ള ഓരോരോ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുന്ന എന്നാണ്. ഓർണമെൻറ്റ്സ് ഒന്നും അല്ല കേട്ടോ, ഞാൻ അവളുടെ ഓർമ്മയ്ക്ക് വേണ്ടി വെച്ചാൽ അവളുടെ എംബിലിക്കൽ കോഡ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, അവളുടെ മറ്റേ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഉള്ള നെയിം ടാഗ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഡോളൊക്കെ ഉണ്ട്. പിന്നെ വാസ്കുട്ടിയുടെ ഹെയർ ആക്സസറീസൊക്കെയാണ് റൈറ്റ് സൈഡിൽ കാണുന്ന ലോക്കർ പോലത്തേൽ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ വാർഡ്രോബ് ഓർഗനൈസേഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.